ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യയിൽ ഒരുപക്ഷെ നെഹ്റു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രധാനമന്ത്രിയായിരുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. അങ്ങനെ 3 പ്രധാനമന്ത്രിമാർ മാത്രമേ ഉള്ളൂ. അതിലൊന്ന് ജവഹർലാൽ നെഹ്റുവാണ്, മറ്റൊന്ന് നമ്മളുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അത് കഴിഞ്ഞാൽ ഉള്ളത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. 2004 മുതൽ 2009 വരെ ഇടതുപക്ഷത്തിൻ്റെ സഹകരണത്തോടുകൂടി 2004 മുതൽ 2008 വരെയും ഇടതുപക്ഷത്തിന് പിന്തുണയില്ലാതെ 2008 മുതൽ തുടർന്നും നമ്മുടെ രാജ്യത്തെ നയിച്ച പ്രധാനമന്ത്രിയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ വിയോഗം, മുൻ പ്രധാനമന്ത്രിയുടെ വിയോഗം നമ്മളിൽ വല്ലാത്തൊരു ശൂന്യത സൃഷ്ടിച്ചിരിക്കുന്നുവെന്നാണ് മിക്ക രാഷ്ട്രീയ നേതാക്കളും നമ്മളോട് പ്രതികരിച്ചത്. കൊടിക്കുന്നിൽ സുരേഷും MM ഹസനും ഉൾപ്പെടെയുള്ള നേതാക്കൾ മൻമോഹൻ സിംഗിനെ ഓർമ്മിക്കുന്നുണ്ട്. നമുക്കതുകൂടി ഒന്ന് കേട്ടുവരാം. 11:30 മണിയോടുകൂടി ഡൽഹിയിലെത്തി അതിനുശേഷം മൻമോഹൻ സിംഗ്ജിയുടെ ഭൗതിക ശരീരത്തിൽ ആദരാഞ്ജലി അർപ്പിച്ച് ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തിട്ട് മടങ്ങി വരാനാണ് ഉദ്ദേശിക്കുന്നത്. മിക്കവാറും എല്ലാ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളും അതുപോലെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷന്മാരും മുഖ്യമന്ത്രിമാരും CLP ലീഡേഴ്സ് ഉൾപ്പെടെയുള്ളവർ ഈ വിമാനത്തിൽ രാവിലെ തന്നെ പുറപ്പെടുകയാണ്. അന്നത്തെ പ്രധാനമന്ത്രിയായി 1991 ചുമതലയേറ്റ ശ്രീ നരസിംഹറാവു നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനും ആഗോളതലത്തിലുണ്ടായിരിക്കുന്ന പരിഷ്കാരങ്ങളും മാറ്റങ്ങൾക്കും കിടപിടിക്കത്തക്ക രീതിയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ പുഷ്ടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ചെയ്യുന്നതിന് വേണ്ടി കണ്ടെത്തിയ മഹാപ്രതിഭയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. അദ്ദേഹം അവതരിപ്പിച്ച 5 ബഡ്ജറ്റുകൾ, ആ 5 ബഡ്ജറ്റുകളിലൂടെയാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ സാമ്പത്തിക രംഗം മാറ്റിമറിക്കാൻ കഴിഞ്ഞത്. ജവഹർലാൽ നെഹ്റു കഴിഞ്ഞാൽ ഏറ്റവും അധികം പ്രാഗൽഭ്യം കൊണ്ടും ലോക രാഷ്ട്രങ്ങളിൽ നിന്ന് ആദരവ് നേടിയതിലും ഏറ്റവും ശ്രദ്ധേയരായ ഒരു പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം. ഒരു സാമ്പത്തിക വിദഗ്ധരെന്ന നിലയ്ക്ക് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തിയത് യഥാർത്ഥത്തിൽ ഡോക്ടർ മൻമോഹൻ സിംഗാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ലോകത്ത് മുഴുവനുമുള്ള സാമ്പത്തിക വിദഗ്ധന്മാരെടുത്താൽ ഡോക്ടർ മൻമോഹൻ സിംഗിനെ പോലെ മറ്റൊരാളില്ല. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുത്തുമ്പോൾ നമ്മളെല്ലാവരും കണ്ടതാണ്, അമേരിക്കയിലെ മുഴുവൻ ബാങ്കുകളും തകർന്നപ്പോൾ ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകളെല്ലാം അതിശക്തമായ ആ തകർച്ചയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളാണ്. മഹാനായ ഒരു പ്രധാനമന്ത്രി, കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഇത്രയധികം സംഭാവന നൽകിയ അദ്ദേഹത്തിൻ്റെ വിയോഗം നമ്മുടെ രാജ്യത്തിനും കോൺഗ്രസ് പ്രസ്ഥാനത്തിനും വലിയ നഷ്ടമാണ്. തീർച്ചയായിട്ടും ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ വിയോഗം നമുക്ക് വലിയ നഷ്ടം തന്നെയാണ്. ഏതൊരു രാഷ്ട്രീയ വിഷയത്തിലും കൃത്യമായ അവധാനതയോടുകൂടി കാര്യങ്ങൾ പഠിച്ച് വളരെ ഉത്തരവാദിത്തോടുകൂടി പ്രതികരിക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ഡോക്ടർ മൻമോഹൻ സിംഗിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പാർലമെൻ്ററി കാല ജീവിതത്തിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ചില മുഹൂർത്തങ്ങളുണ്ട്. അങ്ങനെ അതിരൂക്ഷമായി വൈകാരികമായിട്ടൊന്നും ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രതികരിച്ചിട്ടില്ല. ഒരു സന്ദർഭം ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് LK അദ്വാനി നിരന്തരം അറ്റാക്ക് ചെയ്യുന്നുണ്ട് നമ്മളുടെ പ്രധാനമന്ത്രിയെ. അന്ന് ഡോക്ടർ മൻമോഹൻ സിംഗ് ഏറ്റവും ദുർബലനായ പ്രധാനമന്ത്രിയല്ലേ എന്നൊക്കെ LK അദ്വാനി പാർലമെൻറ്റിൽ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങൾ കുറേ കേട്ട് സഹികെട്ടപ്പോൾ ഡോക്ടർ മൻമോഹൻ സിംഗ് എണ്ണീറ്റ് തിരിച്ചു ചോദിച്ചു, ഞാനൊരു ദുർബലനായ പ്രധാനമന്ത്രിയായിരിക്കാം, അതുകൊണ്ടാണല്ലോ 3 തവണ എന്നെ താഴെയിടാനുള്ള താങ്കളുടെ ശ്രമങ്ങൾ പരാജയപ്പെട്ടത്. താങ്കൾക്ക് 3 തവണയും ഈ സർക്കാരിനെ താഴെയിടാൻ സാധിക്കുമെന്ന് ഉദ്ദേശിച്ചൊരു ജോത്സ്യനില്ലേ, ആ ജോത്സ്യനെയെങ്കിലും ഇനി താങ്കൾ മാറ്റൂ എന്നാണ് പ്രധാനമന്ത്രി എന്ന LK അദ്വാനിയുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി പറഞ്ഞത്. അന്ന് ബാബറി മസ്ജിദിൻ്റെ താഴികക്കുടങ്ങൾ വീഴുമ്പോൾ അദ്ദേഹം പറയുന്നു, ഏതെങ്കിലും തരത്തിൽ ഞാൻ ദുർബലനായ മനുഷ്യനായി നിങ്ങൾ കരുതരുത്, താഴികക്കുടങ്ങൾ വീഴുമ്പോൾ നിശബ്ദനായിരിക്കാൻ മാത്രം ദുർബലനല്ല ഞാൻ എന്ന് പറയുന്ന ഒരു ഡോക്ടർ മൻമോഹൻ സിംഗിനെയും നമുക്ക് കാണാം. ഓർഗനൈസ്ഡ് ലൂട്ട് എന്നാണ് അദ്ദേഹം ഡിമോണിറ്റൈസേഷനെ വിശേഷിപ്പിച്ചത്. GSTയുടെ പരിഷ്കരണം കൊണ്ടുവരുന്ന സമയത്ത് ഇരട്ട പ്രഹരം എന്നാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് വിശേഷിപ്പിച്ചത്. അങ്ങനെ ഒട്ടേറെ നിമിഷങ്ങളുണ്ട് നമുക്ക് ഓർമ്മിച്ചെടുക്കാൻ പാർലമെൻ്ററി രാഷ്ട്രീയ ചരിത്രത്തിൽ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ. അന്തരിച്ച മുൻ